ഇന്ന് നമ്മൾ ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചിക്കൻ തന്തൂരി സമൂസയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തന്തൂരി ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാല റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനൊരു 300 ഗ്രാം അളവിൽ എല്ലില്ലാതെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ആണ് വിനീഗർ ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. പിന്നെ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ തൈര് നിങ്ങളുടെ പുളിയൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മസാല തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കളറ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക കേട്ടോ, 1/2 ടീസ്പൂണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇത് ഏകദേശം 20 മിനിറ്റൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കാണ് ചിക്കൻ മസാല വെച്ചത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ മിക്സാക്കിയിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തതിന് ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ച് നല്ലപോലെ ചിക്കനൊന്ന് മസാല ഒരു വരട്ടി രൂപത്തിലാക്കി എടുത്താൽ മതി. ഒരുപാട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നോക്കി ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്നതൊക്കെ വറ്റിച്ച് ചെറിയ രീതിയിലൊന്ന് മൊരിയിച്ചെടുത്തതാണ്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള വെജ്ജസ് ആയിട്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും എല്ലാം ഏകദേശം 1/4 കപ്പിലും കുറച്ചധികമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 1-2 എരിവ് നോക്കിയിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഓവർ സോഫ്റ്റ് ആവുന്നും വേണ്ട, ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വഴറ്റിയെടുത്താൽ മതി. വെജ്ജീസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ലാസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫില്ലിങ് ഒന്ന് സൈഡിലാക്കിയിട്ട് ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലൊരു കുഞ്ഞു ബൗൾ ഇറക്കി വെച്ചിട്ട് ഒരു ചെറിയ പീസ് ചാർക്കോലൊന്ന് കണലാക്കിയിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പുക വരും. ഒരടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്താൻ വേണ്ടി വെക്കുക. ആ ഒരു മസാലയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. സ്മോക്കി ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തന്തൂരി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ് സെറ്റാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു മൈദ ഗം റെഡിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സാക്കി കൊടുക്കുക. ഒരുപാട് തിക്കും ആവണ്ട, എന്നാൽ ഒരുപാട് ലൂസും ആവണ്ട കേട്ടോ, ആ ഒരു രീതിയിൽ മതി. അപ്പോൾ ഈ ഒരു മൈദ ഗമ്മ് തന്നെ, ഈ ഒരു മിക്സില്ലേ, ഇത് തന്നെയാണ് നമ്മൾ സമൂസ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടിനും കൂടിയിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വൈറ്റ് എള്ളില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സ്നാക്കിനൊരു പ്രത്യേക ഫ്ലേവറും ഉണ്ടാവും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. പിന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്നാക്കിന്. പിന്നെ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ എള്ളിന് കണക്കൊന്നുമില്ല, അവിടെ എവിടെയൊക്കെ കാണാൻ കിട്ടുമ്പോൾ നല്ലൊരു ഭംഗിയും ഫ്ലേവറൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നോർമൽ നമ്മൾ സമൂസ റോൾ ചെയ്തെടുക്കുക എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഇതുപോലെ ഷീറ്റ് പിടിച്ചിട്ട് ഇതുപോലെ കോണാക്കി ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1-1.5 സ്പൂണോളം നമ്മുടെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കുന്നതിന് ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ കൊടുത്തത് കൊണ്ട്. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഓരോ സൈഡായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു എൻഡിൽ കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സില്ല അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമ്മുടെ മൈദയുടെ മിക്സിലൊന്ന് നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മൈദയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യുമ്പോൾ മുട്ടയുടെ മിക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അതിൽ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്.
അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയില്ല. ഇപ്പം തന്നെ ഇനി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നോ രണ്ടോ ആയിട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. ഈ ഒരു സ്നാക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ലൊരു മണം ഉണ്ടാവുക. നമ്മൾ എള്ളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അത് മൊരിയുന്നൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ എടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഫില്ലിംഗ് ഒക്കെ നമ്മുടെ സ്മോക്കി ഫ്ലേവറൊക്കെ വരുന്നതുകൊണ്ട് പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലി എങ്ങൊന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്